ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാനായിട്ട് നിങ്ങളോടൊപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നതും. ഇവിടെ 2 കാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് ഈ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിനു മുന്നേ എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം. 2 കൈകളും ചേർത്ത് വയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഹൈ പ്രീസ്റ്റസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഡ്രീംസിനെ, നിങ്ങളുടെ പവർഫുൾ വിഷനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് പറയുന്നു, നിങ്ങളിപ്പോൾ മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെന്ന്. നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങളെ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയത്. നിങ്ങൾ യൂണിവേഴ്സ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ എപ്പോൾ മുതൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമായോ, യൂണിവേഴ്സിനെ അറിയാൻ തുടങ്ങിയോ, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, എന്താണ് പ്രപഞ്ചമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു വഴിയിലൂടെ പോകുന്നുവോ, അപ്പം മുതൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുള്ളതായിട്ട് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. യൂണിവേഴ്സിൽ വിശ്വാസം ആയി തുടങ്ങി. യൂണിവേഴ്സിൽ വിശ്വസിക്കാത്തവർ വരെ ഇപ്പോൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട്. കുറേ പേരൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിച്ചത്? നിങ്ങൾ ചെയ്ത ഹീലിംഗ് കൊണ്ടാണ്. ഒത്തിരി പേർക്ക് എങ്ങനെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നറിയില്ല. അവർക്കൊക്കെ യൂണിവേഴ്സ് എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, നിങ്ങൾ കുഞ്ഞുനാളിൽ അനുഭവിച്ച കാര്യങ്ങൾ എങ്ങനെ ഹീലാക്കി കളയണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, എങ്ങനെ നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കും, എങ്ങനെ നമ്മളത് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കും, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ ഇന്ന് യൂണിവേഴ്സിനെ വിശ്വസിച്ച് തുടങ്ങിയപ്പോഴാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ആഗ്രഹം സഫലമാകാനായിട്ട് പ്രാർത്ഥിക്കും. അത് നേടിയെടുക്കും. അത് നേടിയെടുക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇനി സെക്കൻഡ് കാർഡ് ദ ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. എന്നാൽ ആ ഒരു കാര്യം എൻഡായി പോകുന്ന ഒന്നല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ റീഡിങ് ആർക്കൊക്കെ കാണാനായിട്ട് യോഗമുണ്ടോ അവർക്കൊക്കെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവർ അനുസരിച്ചിരിക്കും നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുവാനുള്ള ടൈമും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, റീഡിങ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരില്ല. അത് നിങ്ങളെ തന്നെ ഹീലാക്കി കളയണം. മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും വേണം. ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. അതിനുശേഷം യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാവണം. അതിനുശേഷമാണ് നമ്മൾ മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ഹീലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയാണോ അത് സാധ്യമാകാനായിട്ട് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യൂ. അതിനുശേഷം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യൂ. എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് നേടിയെടുക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണ്. സെൽഫ് ലവ് ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം വേണം നമ്മൾ മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്യാനായിട്ട്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന സമയം 3 മണിയാണ് കേട്ടോ. രാവിലെ 3 മണിയാണ് പ്രാർത്ഥിക്കേണ്ട സമയം. ആ സമയം എന്ന് പറയുന്നത് യൂണിവേഴ്സും നമ്മളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ സമയമാണ്. ബ്രഹ്മമുഹൂർത്തമാണ്. ആ സമയത്ത് നിങ്ങൾ
ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ മുന്നിൽ വെക്കുക. അതിനുശേഷം മെഡിറ്റേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഇരിക്കുക. വളരെ സമാധാനമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് ആവശ്യം. രാവിലെ 3 മണി എന്ന് പറയുമ്പോൾ മറ്റെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. വളരെ ശാന്തവും സമാധാനവുമായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് നമ്മളുടെ ആത്മാവിനെ തന്നെ അറിയാനായിട്ട് സാധിക്കും. യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ഒരു 10 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് തന്നെ പറയുക, നിങ്ങളുടെ സോളിനോട് പറയുക, ഐ എം സോറി മൈ സോൾ, forgive me my soul, thank you my soul, I love you my soul. അത് കണ്ടിന്യൂ ചെയ്ത് പറയുക. വീണ്ടും നിങ്ങൾ പറയുക, ഐ എം സോറി മൈ സോൾ, forgive me my soul, thank you my soul, I love you my soul. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ പറഞ്ഞു പോവുക. 5-10 മിനിറ്റ് നേരം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലൂടെ പറയാം. മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾ നിങ്ങളുടെ സോളിനോട് സോറി പറയാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസി ലൈഫിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോള് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സോളിനോട് തന്നെ ഇങ്ങനെ പറയണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിക്കൂ. 5-10 മിനിറ്റ് നേരം ഇത് കണ്ടിന്യൂസ്ലി പറഞ്ഞു പോവാം മനസ്സിൽ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഞാൻ പേഴ്സൺ എഴുതിയിട്ടില്ലേ ഓരോന്നിനും താഴെ, ആ പേഴ്സൺ എഴുതിയ ആ ഒരു പ്ലേസിൽ നിങ്ങളുടെ ലവറുടെ പേര് എഴുതാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോടാണ് ഈ കാര്യം പറയേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുവരാം, അവരുടെ ഫേസിനെ കൊണ്ടുവരാം. നിങ്ങൾ അവരോടാണ് ഇനി ഈ കാര്യം പറയാൻ പോകുന്നത്. ഐ എം സോറി മൈ പേഴ്സൺ, ഇവിടെ പേഴ്സൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ലവറുടെ പേര് കൊണ്ടുവരിക. forgive me my person, thank you my person, I love you my person. വീണ്ടും പറയുക, ഐ എം സോറി മൈ പേഴ്സൺ, forgive me my person, thank you my person, I love you my person. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം. ലോ ഓഫ് അട്രാക്ഷൻ ആണ്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിലേക്ക് അവരുടെ സ്നേഹത്തെയും അവരുടെ കരുതലിനെയും അട്രാക്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ വെച്ചിട്ടുള്ള ടൈം കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യം സാധ്യമാകാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാലയളവാണ്. ആദ്യത്തെ കാർഡ് ഇൻ 19 days എന്നാണ്. സെക്കൻഡ് കാർഡ് ഓൺ എനി ഫ്രൈഡേ എന്നാണ്. തേർഡ് കാർഡ് ഇൻ 23 days എന്നാണ്. ഫോർത്ത് കാർഡ് ഇൻ നെക്സ്റ്റ് മെയ് എന്നാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എനർജീസ് എല്ലാം ഒരുപോലെയല്ല, ഡിഫറെൻ്റ് എനർജീസ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ 4 കാർഡ്സിൽ ഏത് ടൈം കാർഡാണോ അട്രാക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ കാർഡിനെ അട്രാക്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ആഗ്രഹം നേടാനായിട്ട് ഈ ഒരു മാനിഫെസ്റ്റിംഗ് പവർ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒരു പേപ്പർ കഷ്ണം എടുക്കുക, അതിൽ ഈ കാര്യങ്ങൾ രണ്ടും എഴുതി വയ്ക്കുക. സെൻട്രലായിട്ട് ഒരു ഇൻഫിനിറ്റി ചിഹ്നം ഇടുക. അതിനുശേഷം ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷം തിരഞ്ഞെടുത്തിട്ട് ഈ പേപ്പർ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. ഒരു ഗ്ലാസ് വെള്ളവും വയ്ക്കുക. നിങ്ങൾ മെഡിറ്റേഷന് ശേഷം ഈ ഒരു പ്രെയർ ചെയ്യുക. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോളിനെ തന്നെ ആശ്വസിപ്പിക്കും വിധം ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു. നെക്സ്റ്റ് ഡേയും നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 21 days ചെയ്യും. നിങ്ങളൊരു കാര്യം വിചാരിച്ചാൽ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്, ഞാനും പറയുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ആണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.
വാട്സപ്പ് ചെയ്യണം കേട്ടോ, കോൾ ചെയ്യരുത്. ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെയല്ല റെസിനേറ്റ് ആവുക. പേഴ്സണൽ റീഡിംഗ് എടുത്താലേ നിങ്ങളുടെ അക്യുറേറ്റ് കാര്യം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളുടെ സ്വന്തം നിംസ്.